അദാനി എന്റർപ്രൈസസ് ലിമിറ്റഡ് നൽകിയ മാനനഷ്ട കേസിൽ മാധ്യമപ്രവർത്തകനായ രവി നായർക്ക് 1 കൊല്ലം തടവ് ശിക്ഷ. ഗുജറാത്തിലെ മൻസ മജിസ്ട്രേറ്റ് കോടതി 5000 പിഴയുമിട്ടു. രവി നായരുടെ ട്വീറ്റുകൾ അദാനി ഗ്രൂപ്പിന് മാനനഷ്ടം ഉണ്ടാക്കിയെന്ന വാദം കോടതി അംഗീകരിക്കുകയും ചെയ്തു. ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത്, മാനനഷ്ടത്തിന് കാരണമായിട്ടുള്ള ഈ കേസിന്റെ പശ്ചാത്തലവും ഇപ്പോൾ വരുന്ന ശിക്ഷ സംബന്ധിച്ചും കോടതി പറയുന്ന കാര്യങ്ങൾ ബസന്ത്. 2021 കാലഘട്ടത്തിൽ വന്ന ട്വീറ്റുകളും ഓൺലൈനായി വന്ന വാർത്തകളുമാണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പ് കോടതിയിൽ പരാതിയായി കൊണ്ടുപോയത്. രവി നായർ ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകനാണ്, മലയാളിയാണ്. അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾ കമ്പനിക്ക് മാനനഷ്ടമുണ്ടാക്കി എന്നുള്ളതാണ് ക്രിമിനൽ മാനനഷ്ട കേസിന് ആധാരമാക്കിയിട്ടുള്ളത്. കോടതിയിൽ വാദത്തിനിടെ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്കനുസൃതമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. പ്രധാനമായും രാഷ്ട്രീയ ഗൂഢാലോചനയാണ് അദാനി ഗ്രൂപ്പ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൃത്രിമത്വം കാണിക്കുന്നു, നിയമങ്ങൾ ലംഘിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളും തന്നെ തെളിയിക്കാൻ കഴിയുന്ന ഒരു രേഖകളും ഹാജരാക്കാൻ രവി നായർക്ക് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. ഇത് കണക്കിലെടുത്താണ് കോടതി ഇപ്പോൾ 1 കൊല്ലത്തെ തടവ് ശിക്ഷിച്ചിരിക്കുന്നത്. 5000 രൂപ പിഴയുമാണ് ഗുജറാത്തിലെ മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. ശരി, ബസന്താണ് വിവരം നൽകിയത്. അദാനി ഗ്രൂപ്പിനെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നൽകിയെന്ന കേസിലാണ് ഇപ്പോൾ ഫ്രീലാൻസറായിട്ടുള്ള രവി നായർക്ക് എതിരെ 1 കൊല്ലത്തെ തടവ് ശിക്ഷ വിധിച്ചുകൊണ്ട് ഗുജറാത്തിലെ മൻസ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിറക്കിയിരിക്കുന്നത്.